Hello everyone. In the the English language skill for commerce and management, the chapter The Science of Strong Business Writing. This is written by Bill Birchall. Bill Birchall is a journalist, author, and a motivational speaker. He is saying about the crucial role of effective writing in modern business. Modern business writing skill importance and how to craft professional messages. മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിക്കിൾ എങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹത്തിൽ പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദിസ് എസ്സേ ഹി ഈസ് സെയിങ് ദാറ്റ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഫോർ എനി ബിസിനസ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതാവട്ടെ, ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുന്നതാവട്ടെ, എല്ലാത്തിനും റൈറ്റിംഗ് സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഗുഡ് റൈറ്റിംഗ് സ്കിൽ പ്രൊഡ്യൂസസ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ എന്ന് പറയുന്നതാണ് നമ്മളെ ഹാപ്പി ഹോർമോണാണ്, ബ്രെയിനിൽ റിലീസ് ആണ് ഒരു ഹാപ്പി ഹോർമോണാണ്. സോ അത് ഗുഡ് റൈറ്റിംഗ്സ് നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് റിലീസസ് ഡോപ്പമൈൻ ജസ്റ്റ് ലൈക്ക് വെൻ വി ഈറ്റ് എ ഗുഡ് ഫുഡ് അല്ലെങ്കിൽ ടേക്ക് എ ബാത്ത് ഓർ വാച്ച് എ മൂവി. അതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡോപ്പമൈൻ റിലീസ് ഗുഡ് റൈറ്റിംഗിലുണ്ട്. And then he says that there are 8 hallmarks for best writing. 8 കാര്യങ്ങളാണ് ഒരു വർക്ക് നല്ല റൈറ്റിംഗ് ആക്കുന്നത്. ഫസ്റ്റ് വൺ, സിംപ്ലിസിറ്റി. നമ്മൾ എഴുതുന്നത് എന്താണ്? സിമ്പിൾ ആണ്. നമ്മൾ ഈ കോംപ്ലക്സ് സെൻസ് യൂസ് ചെയ്യുന്നതും പാസീവ് വോയിസിൽ എഴുതുന്നതും നിർത്തണം. ബിക്കോസ് എന്താണ്, സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ കോംപ്രഹെൻഷൻ, ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യട്ടോ. കോംപ്രഹെൻഷൻ, കോംപ്രഹെൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കാര്യം വായിച്ച് മനസ്സിലാക്കുക. സോ ആൾക്ക് പെട്ടെന്ന് കോംപ്രഹെൻസ് ചെയ്യാൻ കഴിയും സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഐ ഏറ്റ് എൻ ആപ്പിൾ എന്ന് പറയുന്നതാണോ, ദ ആപ്പിൾ വാസ് ഈറ്റൻ ബൈ മീ എന്ന് പറയുന്നതാണോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുക? ഐ ഏറ്റ് എൻ ആപ്പിൾ ആണല്ലേ, ആക്റ്റീവ് വോയിസിൽ എഴുതുന്നതാണ്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം, when he went to the park he saw his 2 friends who were swimming in the swing and then one fell down. ഇത്രയും പറയാൻ ബെസ്റ്റ് he went to the park, he saw 2 of his friends, one fell down. ഇതല്ലേ ബെറ്റർ? സോ ആൾക്ക് പെട്ടെന്ന് കോംപ്രഹെൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എഴുതാം. അതേപോലെ തന്നെ ഈ കോംപ്രഹെൻസ് ചെയ്യുന്നില്ല നമ്മളൊരു കാര്യം, ഇറ്റ് ഗ്രാബ്സ് അറ്റൻഷൻ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ബുദ്ധിമുട്ടായിട്ട് കുറേ സെൻസ് കഷ്ടപ്പെടുന്ന വായിക്കുന്നതാണോ അതോ പെട്ടെന്ന് സിമ്പിളായിട്ട് വായിക്കുന്നതാണോ? നമ്മൾ പെട്ടെന്ന് കൂടുതൽ നേരം വായിച്ചിരിക്കുക, ഏതാ ബുദ്ധിമുട്ട് വായിക്കുന്ന നമുക്ക് അധികം വായിക്കൂലല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും, ഒന്ന് നിർത്തും. സോ എന്താട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്താൽ നോക്കുക. നെക്സ്റ്റ് വൺ, സ്പെസിഫിസിറ്റി. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ് ദർ ഇസ് എ ബേർഡ് ഫ്ലൂയിങ് ഇൻ എ ബേർഡ് ഫ്ലൂ ഇൻ ദ സ്കൈ. അത് പറയണോ എ പെലിക്കൻ ഫ്ലൂ ഇൻ ദ സ്കൈ എന്ന് പറയണ ബെറ്റർ? എ പെലിക്കൻ ആണല്ലേ, കാരണം വെച്ചാൽ അപ്പൊ നിങ്ങൾക്കൊരു ഇമേജുകൾ മനസ്സിലോട്ട് വരും എബൌട്ട് എ പെലിക്കൻ. അതേപോലെ തന്നെ നമ്മൾ എന്താ ഫ്രേസസ് എന്ത് യൂസ് ചെയ്യുമ്പോഴും നമുക്കൊരു ഇമേജ് തരുന്ന രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്പെസിഫിസിറ്റി എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക ടു ക്രിയേറ്റ് എൻ ഇമേജ്. സോ ബ്ലാക്ക് സ്വാൻ ഇവന്റ്, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. എന്താണ് ബ്ലാക്ക് സ്വാൻ ഇവന്റ് എന്നൊക്കെ പറഞ്ഞാൽ? വൈറ്റ് സ്വാൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കാണണം. ബ്ലാക്ക് സ്വാൻ എന്ന് പറയുമ്പോൾ അത് റയർ ആണല്ലേ, അതാണ് ബ്ലാക്ക് സ്വാൻ ഇവന്റ്. സംതിങ് റയർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ ഒരു റയർ ആയിട്ടുള്ള സംഭവം, സ്പെഷ്യൽ ആയ സംഭവം നടന്നിട്ടുണ്ട്. സോ ബ്ലാക്ക് സ്വാൻ ഇവന്റ് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. സോ യൂസ് ഇമേജറീസ്. സർപ്രൈസ്, ആളുകൾക്ക് എപ്പോഴും സർപ്രൈസ് ഇഷ്ടമാണ് ഇല്ലേ? നമുക്കൊരു ട്വിസ്റ്റ്, ഏത് ഫിലിമിലാണെങ്കിലും നോവൽസിലാണെങ്കിലും ഒരു ട്വിസ്റ്റ് ഇഷ്ടമാണ്. സോ എന്തെങ്കിലും സർപ്രൈസിങ് എലമെന്റ് നമ്മൾ കൊണ്ടുവരും. അത് നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈൽ ആവാം, വേ ഓഫ് റൈറ്റിംഗ്. ഇപ്പൊ ചിലര് എന്താട്ടും ആദ്യം നമുക്ക് എന്താട്ടും ക്ലൈമാക്സ് പറഞ്ഞുതരും, പിന്നെ പാസ്റ്റ് അത് ഉണ്ടാവാനുള്ള പാസ്റ്റ് ഇവന്റ്സ് പറഞ്ഞുതരും ചില നോവൽസിൽ. അതേപോലെ നിങ്ങളുടെ റൈറ്റിങ്ങിലും എന്തെങ്കിലും ഒന്ന് എന്താട്ടാ ആളുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയ എന്തെങ്കിലും സംഭവം ഉൾക്കൊള്ളിക്കുക. സ്റ്റിറിംഗ് ലാംഗ്വേജ്. സ്റ്റിറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമോഷണൽ കണ്ടന്റ് ഉണ്ടാക്കാനാണ്. ഇമോഷണൽ കണ്ടന്റ് എങ്ങനെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എ ഫ്ലഡ് ഹാസ് ദ കാഷ്വാലിറ്റീസ് ഓഫ് 2000 people. എ ഫ്ലഡ് ഹാഡ് കാഷ്വാലിറ്റീസ് ഓഫ് 2000 people. അങ്ങനെ പറയുന്നതാണോ? അതോ the flood took the lives of 2000 people including women and children. ഇങ്ങനെ പറയുന്നതാണ് ബെറ്റർ? ഏതാണ് നിങ്ങൾ ഒന്നുകൂടി മൂവ് ചെയ്യുക? രണ്ടാമത്തെ അല്ലേ. സോ ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവരിക. സോ ചാലഞ്ച് കോമ്പറ്റീഷൻ, അതിന് പറയുന്നത് ഔട്ട്വിറ്റ് റൈവൽസ്, നമ്മൾ ആക്റ്റീവായ സംഭവം പറയണം. അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സെഡക്റ്റീവ്നെസ്. ആളുകളെ ആകർഷണീയതാക്കുക. നിങ്ങളുടെ വർക്കിൽ ഫസ്റ്റ് നമ്മളൊരു
ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താ കേട്ടോ, ഇപ്പൊ ഞാനിതിൽ ഇപ്പോൾ 8 ഹാൾ മാർക്സ് ഓഫ് റൈറ്റിംഗ് പറയണേ, 8 കാര്യങ്ങളില്ലാതെ നിങ്ങളെ റൈറ്റിംഗ് ഒരിക്കലും ഗുഡ് റൈറ്റിംഗ് ആവൂല. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഉണ്ടാവുക, നിങ്ങൾ ആ 8 കാര്യങ്ങൾ എന്താണെന്ന് അറിയാമെങ്കിലും അത് വായിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. സോ അങ്ങനെ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു പസിൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആളുകൾ എന്താ കേട്ടോ നിങ്ങളെ മെസ്സേജ് ഫുള്ള് വായിച്ച് തീരുന്നവരെ അതിൽ അറ്റൻഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് വൺ, സ്മാർട്ട് ഐഡിയാസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആഹാ മൊമെന്റ്, നിങ്ങളിൽ എന്തെങ്കിലും ഒരു നോവൽറ്റി ഉണ്ടാവണം, പുതുമ ഉണ്ടാവണം. അല്ല ആൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു തന്നുണ്ടാവുക, അത് അവർക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല. വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡോപ്പമൈൻ റിലീസ് ആവില്ല. സോ ദർ ഷുഡ് ബി എ ഫ്രഷ് ഐഡിയ ഓർ ന്യൂ ഐഡിയ ഇൻ ഇറ്റ്. സോഷ്യൽ കണ്ടന്റ് എന്താണ്? സോഷ്യൽ കണ്ടന്റ് എന്താ പറയുക, സ്റ്റോറീസ് അബൌട്ട് പീപ്പിൾ, റിലേഷൻഷിപ്പ്, ഇന്റൻഷൻസ്, ഇതൊക്കെ എന്താണ് ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഒരു ഡിക്ഷണറി ഉണ്ട്, ഡിക്ഷണറി അല്ല, ലേണിംഗ് ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ആണ് പഠിപ്പിച്ചപ്പോൾ ഇംഗ്ലീഷിലുള്ള. സോ അതിന് അയാള് ജി രവിശങ്കർ സംതിങ്, അത് അദ്ദേഹമാണ് അത് വർക്ക് ചെയ്തത്. അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ he was traveling in a train, ഒരു ട്രെയിൻ ഒരു യാത്ര പോയിരുന്നു. അതിൽ അയാൾ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു. ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചു. പിന്നെ അങ്ങനെ സ്റ്റോറി ആയിട്ട് അതിനിടയിൽ എന്താ ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നത് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ ആ ഇംഗ്ലീഷിന്റെ അർത്ഥങ്ങളും പറഞ്ഞുതരാം. ബട്ട് ആൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാൽ അവർ വൊക്കാബുലറി വെറുതെ ഇങ്ങനെ വായിക്കില്ല, അവരൊരു സ്റ്റോറിയോടെ വായിക്കുകയാണ്. സോ ദേ ആർ എൻഗേജ്ഡ് ഇൻ ഇറ്റ്. അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മള് നോൺ ഫിക്ഷൻ ആയ കാര്യം പറയട്ടെ, അതിലെന്താ കേട്ടോ എൻഗേജിങ് സംഭവങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. സ്റ്റോറി ടെല്ലിങ്, ഇൻക്ലൂഡ് സ്റ്റോറി. നമ്മൾ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു സീൻ ഉണ്ടാവും, പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവും, അതിന് പിന്നെ എന്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവും. ഇതേപോലെ ഒരു സ്റ്റോറി രീതിയിൽ പറയാം. എല്ലാ നോൺ ഫിക്ഷനും ഫുൾ സ്റ്റോറി വേണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റെങ്കിലും നിങ്ങൾക്ക് എന്താ കേട്ടോ അതിൽ ആഡ് ചെയ്യുക. ഇതെന്താണ് ആളുകളെ അതിലോട്ട് ആകർഷിപ്പിക്കും. ദാറ്റ് വിൽ ഗ്രാബ് ദി അറ്റൻഷൻ. ഈ വാക്ക് ഇടക്കിടക്ക് യൂസ് ചെയ്യട്ടെ, എല്ലാത്തിനും നിങ്ങൾ യൂസ് ചെയ്തു. ഗ്രാബ് ദി അറ്റൻഷൻ, സീക്ക് ദി അറ്റൻഷൻ ഓഫ് റീഡേഴ്സ്. സോ സ്റ്റോറി ടെല്ലിംഗ് ഇപ്പൊ നമ്മള് ഈ ഒരു വാട്ട് വാസ് ദാറ്റ് നെയിം, ഹൗ ടു ടേക്ക് ദ BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്, നമ്മൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്റർ ഇതിലുള്ള. അതില് അദ്ദേഹം ഇങ്ങനെ ഒരു ഫിക്ഷൻ അയാൾ പറയണത് എന്തൊക്കെയാണ് നമ്മള് ബിസിനസ് വേർഡ്സ് ആണ്, ക്ലീഷേ വേർഡ്സ് ആണ്, എങ്ങനെയൊക്കെ ആൾക്ക് അറിയാതെ യൂസ് ചെയ്യാതൊക്കെ ഉള്ള ടിപ്സ് പറഞ്ഞു തരാണ്. ബട്ട് അതിൽ തന്നെ അദ്ദേഹം തട്ടി ഹി സെഡ് 2 സ്റ്റോറീസ്, റൈറ്റ്. വൺ, ഹീസ് ഹാവിങ് എ ഡിന്നർ വിത്ത് ഹിസ് വൈഫ്. പിന്നെന്താണ് ഒരു വുമൺ ഹു വർ ട്രൈയിങ് ടു മേക്ക് എ സെയിൽ വിത്ത് എ ഓയിൽ കമ്പനി, റൈറ്റ്. ഇങ്ങനെ 2 കഥകളായി പറഞ്ഞു. അപ്പൊ എന്തായി, അതൊന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. സോ നിങ്ങൾ നോൺ ഫിക്ഷൻ തന്നെ നിങ്ങൾക്ക് എന്താ കേട്ടോ, നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാല് കഥയില്ലാത്തതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 കഥ മെൻഷൻ ചെയ്യുക, അതിലോട്ട് എന്താണ് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.